പ്രിയ കൂട്ടുകാരെ, കെനിയയിൽ ഒരു ദ്വീപുണ്ട്. എൻവൈറ്റിനേറ്റ് എന്നാണ് പേര്. ആ ദ്വീപ് പ്രശസ്തമായത് ഇന്നും ആർക്കും പിടികിട്ടാത്ത ചില പ്രത്യേകതകൾ കൊണ്ടാണ്. എന്താണെന്നോ, അവിടേക്ക് കയറിയവരാരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. മാന്ത്രിക കഥകളിൽ മാത്രം കേട്ടുപരിചയമുള്ള ഈ അവസ്ഥയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം ആരും തന്നെ കണ്ടെത്തിയിട്ടുമില്ല. കെനിയയിലെ ടെർക്കാന തടാകത്തിലെ അനേകം ദ്വീപുകളിൽ ഒന്നാണ് എൻവൈറ്റിനേറ്റ്. എൻവൈറ്റിനേറ്റ് എന്ന പേരിന് ഗോത്രഭാഷയിൽ നോ റിട്ടേൺ എന്നാണ്. ദ്വീപിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഇട്ടതാണ് പേര്. റുഡോൾഫ് തടാകമെന്ന പേരുമുണ്ട് ടെർക്കാനയ്ക്ക്. ക്ഷാര സ്വഭാവമുള്ള വെള്ളം നിറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ തടാകമാണിത്. ഈ ദ്വീപിനെ ഒരു ശാപം പിടിച്ച സ്ഥലമായി വിശ്വസിക്കുന്നതിനാൽ ഇവിടുത്തെ ജനങ്ങൾ ആരും തന്നെ ഇങ്ങോട്ട് വരാറില്ല. 1935 വിവിയൻ ഫ്യൂക്സ് എന്ന ബ്രിട്ടീഷ് പര്യവേഷകൻ ടെർക്കാന തടാകത്തിന് ചുറ്റുമുള്ള ദ്വീപുകളെക്കുറിച്ച് പഠിക്കുവാനായെത്തി. മാസങ്ങളോളം നീളുന്നതായിരുന്നു പഠനം. എല്ലാ ദ്വീപുകളും സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി എൻവൈറ്റിനേറ്റിലേക്കും ഫ്യൂക്സ് 2 സഹപ്രവർത്തകരെ പറഞ്ഞയച്ചു, മാർട്ടിൻ ഷെഫ്ലിസും ബിൽ ഡേസനും. പക്ഷേ ദിവസങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും അവർ മടങ്ങി വരാത്തതിനാൽ അവരെ തിരക്കി പോകുവാൻ ഫ്യൂക്സ് ഗോത്രവർഗ്ഗക്കാരെ കൂട്ടുവിളിച്ചെങ്കിലും അവരാരും തന്നെ അതിന് തയ്യാറായില്ല. ദ്വീപിനെപ്പറ്റി ഗോത്ര വിഭാഗക്കാരോട് കാര്യമായി അന്വേഷിച്ചപ്പോഴാണ് സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞു തുടങ്ങിയത്. ഇതാദ്യമായിട്ടായിരുന്നില്ല ആ ദ്വീപിലെത്തിയവരെ കാണാതാകുന്നത്. വർഷങ്ങൾക്ക് മുൻപേ എൻവൈറ്റിനേറ്റ് ദ്വീപവാസികളെ മുഴുവൻ ഒറ്റയടിക്ക് കാണാതായ സംഭവവും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ആ ദ്വീപിലേക്ക് മനുഷ്യരാരും പോകാറേയില്ല. ഫ്യൂക്സിൻ്റെയും സംഘത്തിൻ്റെയും കയ്യിലെ ആധുനിക ഉപകരണങ്ങളും മറ്റും കണ്ടപ്പോൾ ആപത്തൊന്നും വരില്ലെന്ന് കരുതിയാണ് ഗോത്രവർഗ്ഗക്കാർ ഒന്നും മിണ്ടാതിരുന്നതത്രേ. ഫ്യൂക്സ് അവിടുത്തെ ജനങ്ങളിൽ നിന്നും എൻവൈറ്റിനേറ്റിനെ പറ്റി നിലവിലുള്ള പരമാവധി കഥകൾ ശേഖരിച്ചു. വർഷങ്ങൾക്ക് മുൻപ് അവിടുത്തെ ജനങ്ങൾ തൊട്ടടുത്ത മറ്റു ദ്വീപുകളിലെ ജനങ്ങളുമായി കച്ചവടം നടത്തിയിരുന്നു. ഫലഭൂയിഷ്ടമായ മണ്ണായിരുന്നു എൻവൈറ്റിനേറ്റിലേത്. അതിനാൽ തന്നെ അവിടേക്ക് ആദ്യമായെത്തിയ ഗോത്ര വിഭാഗക്കാർ താമസവും കൃഷിയുമെല്ലാമായി സുഖമായി കഴിഞ്ഞു. തിളങ്ങുന്ന മരതക പച്ച നിറത്തിലായിരുന്നു അവിടുത്തെ സസ്യങ്ങൾ. തവിട്ട് നിറത്തിലുള്ള പാറക്കൂട്ടങ്ങളാകട്ടെ മാർബിൾ പോലെ മിനുസമുള്ളതും. മരങ്ങളുടെ ശാഖകൾ പരസ്പരം കെട്ടിപ്പിണഞ്ഞ് കരിങ്കല്ലിനേക്കാൾ കരുത്തുറ്റ പ്രകൃതിദത്ത മതിലുകളായി രൂപപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു സുപ്രഭാതത്തിൽ എൻവൈറ്റിനേറ്റ് ദ്വീപിൽ നിന്നും കച്ചവടത്തിന് ആരും മറ്റു ദ്വീപുകളിലേക്ക് പോകാതെയായി. ഇതിൻ്റെ കാരണമന്വേഷിച്ച് റുഡോൾഫ് നദീതീരത്തെ കുറച്ചു പേർ ഈ ദ്വീപിലേക്ക് എത്തി. അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു കാലത്ത് വിഭവസമൃദ്ധമായിരുന്ന ഒരു ദേശം ശ്മശാന തുല്യം ആയിരിക്കുന്നു. ശൂന്യമായ കുടിലുകൾക്ക് മുന്നിൽ കത്തുന്ന തീക്കൂനയും ചുട്ട മത്സ്യവും കണ്ടതോടെ അവർ ഒരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരാതെ വേഗം തിരികെ മടങ്ങി. രാത്രികാലങ്ങളിൽ ചിലപ്പോൾ പുക പോലുള്ള ചില രൂപങ്ങൾ വീടുകൾക്ക് മുന്നിൽ വരാറുണ്ടത്രേ. മനുഷ്യൻ്റെ രൂപമായിരിക്കും അവയ്ക്ക്. ദ്വീപിൽ പലയിടത്തും അവയെ കാണുന്നതും പിന്നീട് പതിവായി. ഈ പുക മനുഷ്യരെ തൊടുന്നവർ പെട്ടെന്ന് അതിനൊപ്പം അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതാകുമെന്ന് വരെയായി കഥകൾ. എന്തായാലും ദ്വീപ് നിവാസികളുടെ മൃതശരീരം തടാകത്തിൽ തുടരെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോടെ ഒരിക്കൽ സ്വർഗമായിരുന്ന ദ്വീപ് ശാപഭൂമിയെന്ന് കുപ്രസിദ്ധി നേടി. ഇതോടെ മറ്റു ദ്വീപുകളിൽ നിന്നുള്ളവരുടെ വരവ് പൂർണ്ണമായി നിലച്ചു. ഫ്യൂക്സ് പക്ഷേ ഇതൊക്കെ വെറും കഥകളായി തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ഈ പ്രതിഭാസത്തിൻ്റെ കാരണം ഇതുവരെ ആരും തന്നെ കണ്ടെത്തിയിട്ടില്ല.